നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ യുവേഫ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ വമ്പന്മാരായ FC ബാഴ്സലോണക്ക് തോൽവി ഏറ്റുവാങ്ങേണ്ടി വരികയായിരുന്നു ചെയ്തിരുന്നത്. ഫ്രഞ്ച് ക്ലബ്ബായ മൊണാക്കോ 1-2 ഗോളുകൾക്കായിരുന്നു അവരെ പരാജയപ്പെടുത്തിയത്. ബാഴ്സയുടെ ഗോൾ കീപ്പർ ടെർ സ്റ്റീഗൻ്റെ ഒരു വലിയ പിഴവാണ് ഈ തോൽവിക്ക് കാരണമായത് എന്ന് തന്നെ പറയേണ്ടി വരും. മത്സരത്തിൻ്റെ 80 മിനിറ്റോളം ബാഴ്സയ്ക്ക് 10 പേരുമായി കളിക്കേണ്ടി വരികയായിരുന്നു. ഈ പിഴവിൻ്റെ പേരിൽ വലിയ വിമർശനങ്ങളാണ് ഈ ഗോൾ കീപ്പർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ ക്ലബ്ബിൽ നിന്നും ഒഴിവാക്കണം എന്ന് ബാഴ്സ ആരാധകർ പോലും ആവശ്യപ്പെടുന്ന ഒരു സമയമാണ് ഇത്. ഏതായാലും താരത്തെ പിന്തുണച്ചുകൊണ്ടാണ് അവരുടെ പരിശീലകനായ ഹാൻസി ഫ്ലിക്ക് രംഗത്ത് വന്നിട്ടുള്ളത്. നമ്മളെല്ലാവരും മനുഷ്യന്മാരാണെന്നും തെറ്റുകൾ എല്ലാവർക്കും സംഭവിക്കും എന്നുമാണ് ഫ്ലിക്ക് പറഞ്ഞിട്ടുള്ളത്. ഇന്നലത്തെ പ്രസ് കോൺഫറൻസിൽ സംസാരിക്കുകയായിരുന്നു ബാഴ്സയുടെ പരിശീലകൻ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ടെർ സ്റ്റീഗൻ്റെ ഏറ്റവും വലിയ കരുത്ത് ബോൾ പ്ലേയിങ് കപ്പാസിറ്റിയാണ്. എപ്പോഴും കാലുകളിൽ പന്ത് വെച്ചും അതുപോലെ തന്നെ പാസുകൾ നൽകിയുമാണ് അദ്ദേഹത്തിൻ്റെ കളിശൈലി വരുന്നത്. മൊണോക്കോക്കെതിരെയുള്ള മത്സരത്തിൽ അദ്ദേഹത്തിന് പിഴവ് സംഭവിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ എനിക്ക് പിഴവുകൾ സംഭവിക്കാറുണ്ട്, എല്ലാവർക്കും പിഴവുകൾ സംഭവിക്കാറുണ്ട്. കാരണം നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്. വരുന്ന മത്സരങ്ങളിൽ അദ്ദേഹത്തിന് കൃത്യമായ ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതാണ് ഗോൾ കീപ്പറെ കുറിച്ച് ഹാൻസി ഫ്ലിക്ക് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഇന്ന് നടക്കുന്ന ലാലിഗ മത്സരത്തിൽ ബാഴ്സലോണ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. എതിരാളികൾ വിയ്യാറയലാണ്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 10 മണിക്ക് വിയ്യാറയലിൻ്റെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക. കളിച്ച 5 മത്സരങ്ങളിലും വിജയിച്ചുകൊണ്ട് ബാഴ്സലോണ ഇപ്പോൾ ലാലിഗയിൽ 1-ാം സ്ഥാനത്താണ് തുടരുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.